ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓണം നമ്മൾ എങ്ങനെ ആഘോഷിച്ചു അതനുസരിച്ച് ആ വർഷത്തെ ഐശ്വര്യം മുഴുവൻ നമ്മളിലേക്ക് വരുന്ന പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമാണ് ഓണത്തിന്. നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ കണ്ടിടണം തലയിൽ ഈറ തുണി കെട്ടി പൂള തെറ്റാണത്. കുളിച്ച് ശുദ്ധമായിട്ട് വേണം പൂക്കളിടാൻ. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുങ്കുമ സ്ത്രീകളാണെങ്കിൽ കുങ്കുമം തൊട്ട്, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട് ഇതൊക്കെ തൊട്ടിട്ട് വേണം. ചന്ദനം കുങ്കുമം നിർബന്ധമായിട്ട് തൊട്ടിട്ട് വേണം നമ്മൾ പൂക്കളം ഇടാനായിട്ട് ഇറങ്ങാനായിട്ട്. ആ വിളക്ക് കത്തിച്ച് വിളക്ക് മാറ്റുന്നതിന് മുമ്പ് രാവിലെ ഇതിനെ പൂടണം. തോന്നുമ്പോൾ പൂട്ടാൽ പോരാ. പിന്നെ പഴയ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ണുകൊണ്ട് മുത്തപ്പന ഉണ്ടാക്കുക, ഒരല്, അമ്മി, ആട്ടുകല്ല്, ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടില്ലാവുന്നു. അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കല വികസിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തൃക്കാക്കരപ്പിന് സന്തോഷമുണ്ട് കാണുമ്പോൾ തന്നെ. വളരെ ആഹ്ലാദമാണ്. നമ്മൾ ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അത്തം നക്ഷത്രത്തിൻ്റെ അന്ന് പൂക്കളിടും. അത് അന്ന് വിസ്താരമായിട്ട് ഇടില്ല. ചെറിയ മുല്ലപ്പൂവോ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങളാണ് സാധാരണ നമ്മൾ അത്തത്തിനിടുന്നത്. അന്ന് വിനായക ചതുർത്ഥിയും കൂടിയാണ്. അതിന് വിനായക ചതുർത്ഥി വരുമ്പോൾ അതിൻ്റേതായ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിനായക ചതുർത്ഥി പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൽ നമ്മൾ കുറച്ചും കൂടി ഭംഗിയുള്ള പൂക്കളൊക്കെ ഇടാം. അതായത് ആദ്യം തന്നെ നമ്മൾ തലേ ദിവസം ഇട്ട പൂക്കളൊക്കെ മാറ്റി എവിടെയെങ്കിലും മാറ്റി ചാണകം കൊണ്ട് മെഴുകിയ ശേഷമാണ് പൂക്കളിടേണ്ടത്. അതിനൊരു പ്രത്യേകതയാണ്. ചാണകം കൊണ്ട് മെഴുകി. ഇപ്പോൾ ചാണകം നമുക്ക് ആമസോണിലൊക്കെ കിട്ടാനില്ലെങ്കിലും ചാണകം കൊണ്ട് നമ്മൾ മുറ്റം നല്ല ഭംഗിയായിട്ട് മെഴുകി അവിടെയാണ് നമ്മൾ പൂക്കളിടുന്നത്. അത് റൗണ്ടിൽ തന്നെ ഇട്ടാൽ മതി. രണ്ടാമത്തെ ദിവസം ചിത്തിര ദിവസവും നമ്മൾ രണ്ടാമത്തെ ദിവസവും പൂക്കൾ ഇടുന്നു. അത് 2-3 കളറൊക്കെ ഇടാം. അങ്ങനെ ഒരു ഭംഗിയായിട്ടിടാം. മൂന്നാമത്തെ ദിവസമാണ് ചോതി ദിവസം. ചോതി ദിവസമാകുമ്പോഴും ഈ പൂക്കളൊക്കെ മാറ്റി കുളിച്ച് ശുദ്ധമായിട്ട് വേണം പൂക്കളിടാൻ. പിന്നെ തലയിലെ ഈറൻ തുണി കെട്ടിയൊന്നും പൂക്കളിടരുത്. നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ കണ്ടിടണം തലയിൽ ഈറൻ തുണി കെട്ടി പൂള തെറ്റാണത്. നമ്മൾ മുടി ഉണക്കുക. ഒന്നുകിൽ ഡ്രയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ കട്ടിയുടെ തുണി കൊണ്ട് ഉണക്കിയ ശേഷം മുടി ഒന്ന് അഴിച്ചിട്ടിട്ട് പൂടരുത്. തലമുടിയൊന്നും അതിൽ വീഴരുത്. പൂവിടുന്നതിന് മുമ്പായിട്ട് ശുഭമായ വസ്ത്രങ്ങൾ, വൃത്തിയുള്ള വസ്ത്രം മതി. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുങ്കുമ സ്ത്രീകളാണെങ്കിൽ കുങ്കുമം തൊട്ട്, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട്, ചന്ദനം, കുങ്കുമം, ഭസ്മം ഇതൊക്കെ തൊട്ടിട്ട് വേണം. ചന്ദനം കുങ്കുമം നിർബന്ധമായിട്ട് തൊട്ടിട്ട് വേണം നമ്മൾ പൂക്കളം ഇടാനായിട്ട് ഇറങ്ങാനായിട്ട്. പൂക്കളം നമ്മൾ വിളക്ക് കത്തിച്ച ശേഷമാണല്ലോ പൂടുക. രാവിലെയാണല്ലോ പൂടുള്ളൂ. ആ വിളക്ക് കത്തിച്ച് വിളക്ക് മാറ്റുന്നതിന് മുമ്പ് രാവിലെ ഇതിനെ പൂടണം. തോന്നുമ്പോൾ പൂട്ടാൽ പോരാ. ഒരു 7 മണിക്കെങ്കിലും നമ്മൾ പൂവിടാനായിട്ട് ആരംഭിക്കണം. പൂടുന്നതിന് തലേ ദിവസം നമ്മൾ തീരുമാനിച്ചു വെക്കണം എന്തൊക്കെ പുഷ്പങ്ങളാണ് എന്തൊക്കെയാണെന്ന്. പഴയ കാലത്ത് തൊടികളിലൊക്കെ പോയി പറിക്കുമായിരുന്നു ആളുകൾ. പൂ പറിക്കാൻ പൂവേ വിളി എന്ന് പറഞ്ഞൊരു കൊട്ടയൊക്കെ ഉണ്ടാവും. അപ്പം ഒരു സമുദായക്കാർ നമുക്ക് കൊട്ട ഉണ്ടാക്കി തരും. ആ കൊട്ട കൊണ്ടാണ് ഞാൻ്റെയൊക്കെ പ്രായത്തിൽ പോയിട്ടുണ്ട്. പൂ പറിക്കാൻ പോകും. അത് അവിടെ മലകളിലും അവിടെയൊക്കെ പോയി പൂ പറിച്ചു കിട്ടും. ഇഷ്ടംപോലെ പൂ കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ല, അവൈലബിൾ അല്ല. ഒന്നാമത് കുട്ടികൾക്ക് പൂ പറിക്കാൻ സമയമില്ല. അവർക്ക് സ്കൂൾ പഠിത്തം, ട്യൂഷൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡാൻസ്, പാട്ട് ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് സമയമില്ല. അപ്പോൾ പിന്നെ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് പോകാനും പറ്റില്ല. ഇന്നിപ്പോൾ അങ്ങോട്ട് അനങ്ങിയ വേദന ഇങ്ങോട്ട് അനങ്ങിയ വേദനയൊക്കെയാണ്. അപ്പോൾ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? പൂ ഇപ്പോഴെല്ലാവരും വാങ്ങിക്കും. അത് തലേ ദിവസം തന്നെ പിറ്റേ ദിവസം ഇടാനുള്ള പുഷ്പങ്ങൾ വാങ്ങിച്ചു വയ്ക്കുമോ പറിച്ചു വയ്ക്കുമോ എങ്ങനെ ചെയ്യാം. അപ്പോൾ ആ പിറ്റേ ദിവസം ചിത്തിര നക്ഷത്രത്തിൽ നമ്മൾ പൂടുന്നു. ചോതി നക്ഷത്രത്തിന് നമ്മൾ പൂടുമ്പോൾ നമ്മൾ ഓരോ കളം പടിക്ക് വരയ്ക്ക് ഇടുന്നു. അപ്പോൾ അത്തം, ചിത്തിര, ചോതി 3 ദിവസമായി. അപ്പോൾ 3 കളം പൂടുന്നു. അപ്പോൾ പൂക്കളിടുമ്പോൾ തന്നെ നമുക്ക് 2 കളമായിട്ട്, ഒന്ന് വടക്കുന്നാഥനായിട്ടിടും. നമ്മൾ 2 കളമായിടുന്നു. ഒന്ന് മെയിൻ കളവും രണ്ടാമത് വടക്കുന്ന. ചോതി നക്ഷത്രമൊക്കെ ആകുമ്പോഴേക്കും പൂത്തറ കെട്ടും. പഴയ കാലത്ത് പൂത്തറ കെട്ടുക എന്ന് പറയും. 2 തറ കെട്ടും. അത് ആവണപ്പലകളുടെ രൂപത്തിൽ ഏതെങ്കിലും ഇടും. പിന്നെ പഴയ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ണുകൊണ്ട് മുത്തപ്പന ഉണ്ടാക്കുക, അപ്പുപ്പന ഉണ്ടാക്കുക, ഒരല്, അമ്മി, ആട്ടുകല്ല്, ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടില്ലാവുന്നു. അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കലയോട് വികസിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെക്കുന്നു. ചോതി നക്ഷത്രം ആകുമ്പോഴേക്കും തൃക്കാക്കരപ്പന ഉണ്ടാക്കി മണ്ണുകൊണ്ട് ഉണ്ടാക്കി ഉണക്കി വെക്കും. ഇപ്പോഴൊക്കെ റെഡിമെയ്ഡ് കിട്ടുന്ന കാരണം അത് നോക്കാറില്ല. അപ്പോൾ ആ തൃക്കാക്കരപ്പന ഉണ്ടാക്കി നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തൃക്കാക്കരപ്പന സന്തോഷമുണ്ട് കാണുമ്പോൾ തന്നെ. വളരെ ആഹ്ലാദമാണത്. അങ്ങനെ തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെച്ച് ഉണക്കിയൊക്കെ വെച്ച് ചോതി നക്ഷത്രം കഴിഞ്ഞ് വിശാഖ നക്ഷത്രത്തിൽ ആകുമ്പോഴേക്കും കളത്തിൻ്റെ എണ്ണം കൂടുന്നു.
പടിക്കിലേക്കുള്ള നമ്മുടെ ഗേറ്റിനടുത്തേക്ക് ചെറിയ ചെറിയ കളങ്ങൾ ഉണ്ടാക്കും. പക്ഷേ അനിഴ നക്ഷത്രമാകുമ്പോഴേക്കും കളത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. പുഷ്പങ്ങൾക്ക് പലതരത്തിൽ ഡിഫറൻറ്റ് ടൈപ്പ് പലതരത്തിലുള്ള പുഷ്പങ്ങളൊക്കെ ഇട്ട് മനോഹരമാക്കിയ പൂക്കളമാണ് ഉണ്ടാക്കുന്നത്. അത് ചെറിയ കളുണ്ടാവും, വലിയ കളുണ്ടാവും, പിന്നെ പടിക്കിലേക്ക് ചെറിയ ചെറിയ ഗേറ്റിനടുത്തേക്ക് വരെ ചെറിയ ചെറിയ കളങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം 5 കളങ്ങളായി. അപ്പോഴത്തേക്കും എക്സ്ട്രാ ഒരു വടക്കുന്നാഥിന് ഒരു കളം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഈ ചോതി കഴിവിച്ച നാല് തൃക്കേട്ട നക്ഷത്രം അതുപോലെ തന്നെ മൂല നക്ഷത്രം മൂല തിരിച്ച് പൂക്കളം വരയ്ക്കും. മൂല തിരിച്ചാണ് ഇടുന്നത്. അത് മൂല തിരിച്ചാണ് ഇടുന്നത്. അപ്പോൾ 4 മൂല ആയിട്ട് പൂക്കളൊക്കെ ഇട്ട് മനോഹരമാക്കി അതും നമ്മൾ ഗേറ്റിനടുത്തേക്ക് ഇടുന്നു. പൂരാടാകുമ്പോഴേക്കും നമ്മുടെ പൂക്കളത്തിൻ്റെ മനോഹാരിത കൂടും. നമ്മൾ ധാരാളം പുഷ്പങ്ങളൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മുടെ വടക്കേ മലബാറിലൊക്കെ ആണെങ്കിൽ പൂക്കളം കാണാൻ ആളുകളൊക്കെ വരും. ഇവിടെ അത്ര ഒന്നുമില്ല, എന്നാലും പൂക്കളത്തിന് മനോഹരം. നമ്മുടെ തൃക്കാക്കരപ്പം റെഡിയായി, പൂരാട നക്ഷത്രമായി, വളരെ മനോഹരമായി. ഉത്രാട നക്ഷത്രമാകുമ്പോഴേക്കും തുമ്പക്കുടം പഠിക്കാൻ പോകും. തുമ്പക്കുടം ഒക്കെ പറിച്ച് ഇപ്പോൾ അവൈലബിളാണ്, ഓൺലൈൻ കിട്ടും. എന്നാലും തുമ്പക്കടമൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഭദ്രമായിട്ട് ഉത്രാടത്താട് വയ്ക്കുന്നു. തുമ്പക്കടം പറിച്ചു വയ്ക്കുന്നു. ഉത്രാടത്തിൽ അച്ചിമാർക്ക് ഓട്ടം എന്ന് പറയുന്നത് ഉത്രാടപ്പാച്ചി എന്ന് പറയുന്നത്. എന്താ കാരണം? അരി പൊടിക്കണം. ഇപ്പം അരിയൊന്നും പൊടിക്കണമെന്ന് അറിയില്ല, പക്ഷെ അരി വെള്ളത്തിലിട്ട് നമ്മൾ പൊടിച്ച് വെച്ച് അടയുണ്ടാക്കണം, പൂവട ഉണ്ടാക്കണം. ഉത്രാടത്തിന് രാത്രി ഉറക്കമില്ല ആർക്കും, കാരണം ഉത്രാടത്തിന് പൂവട ഉണ്ടാക്കണം. പൂവടകളൊക്കെ ഉണ്ടാക്കി അടുപ്പത്തൊക്കെ വെച്ച് നമ്മൾ ആവി കയറ്റിയൊക്കെ വേവിച്ചൊക്കെ വയ്ക്കും. പിറ്റേ ദിവസം രാത്രിയാകുമ്പോൾ ഈ പൂക്കളൊക്കെ മാറ്റി അവിടെയൊക്കെ അണിഞ്ഞൊരുക്കുന്നു. മനോഹരമായ രീതി കോലം വരച്ച് അണിഞ്ഞൊരുക്കി വയ്ക്കുന്നു. തൃക്കാക്കരപ്പനെയൊക്കെ നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കി സൂക്ഷിച്ച് വൃത്തിയായിട്ട് വയ്ക്കും. പിറ്റേ ദിവസം കാലത്ത് ഗൃഹനാഥന്മാരാണ് ഓണം കൊള്ളുക. സാധാരണ സ്ത്രീകളല്ല, ഗൃഹനാഥന്മാർ. അപ്പോൾ ഗൃഹനാഥന്മാർ കോടി വസ്ത്രമൊക്കെ കൊടുത്ത് ഈ മാവൊക്കെ എടുത്ത് അരി അരച്ചെടുത്ത മാവ്, അതിനകത്ത് കിഴങ്ങിൻ്റെ ഇല അല്ലെങ്കിൽ കാച്ചിലിൻ്റെ ഇല ഇതൊക്കെ ഇടും. എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കപ്പയുടെ ഇലയൊക്കെ കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുകൊണ്ട് അണിഞ്ഞ് മനോഹരമായിട്ട് അണിഞ്ഞ് വിട്ടം മാത്രം അണിയല്ല, മുൻവശം അടുക്കള എല്ലാം അണിയും. കൊച്ചുകുട്ടികളുടെ കൈ വെച്ച വാതിൽമേക്ക് വരപ്പിക്കും. എന്തിനാണ്? ഓർമ്മ വരാൻ. അത്രയ്ക്കും മനോഹരമായിട്ടിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് ഒരു 4-4:30 ആകുമ്പോഴേക്കും ഓണം കൊള്ളും. ഗൃഹനാഥൻ ഓണം കൊള്ളുന്നു. ഗൃഹനാഥൻ ഓണം കൊള്ളുക എന്ന് പറഞ്ഞാൽ തൃക്കാക്കരപ്പനെയൊക്കെ വെച്ച് ഒറ്റ നമ്പറിലാണ് വയ്ക്കുക. തൃക്കാക്കരപ്പനെയൊക്കെ വെച്ച് പിന്നെ പടിക്ക് ഒരു തൃക്കാക്കരപ്പന വയ്ക്കും. സ്വീകരിച്ചു കൊണ്ടുവരും, മഹാബലിയെ സ്വീകരിച്ചു കൊണ്ടുവരാനായിട്ടത്. അങ്ങനെ വെച്ച് ഈ തുമ്പക്കുടം കൊണ്ടൊക്കെ അണിഞ്ഞൊരുക്കി അതിൻ്റെ മുമ്പിൽ നമ്മൾ വിളക്ക് കത്തിച്ച് തേങ്ങ 2 ഉടച്ച് ആ തേങ്ങ ഉടച്ച് വെച്ച് ആ തേങ്ങയുടെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് അട വയ്ക്കുന്നു, പഴം വയ്ക്കുന്നു, കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നു. ഇങ്ങനെ പൂജ ചെയ്യുന്നത് പുരുഷന്മാരാണ്, ഗൃഹനാഥന്മാരാണ് സാധാരണ ചെയ്യാറ്, ഈ ഓണം കൊള്ളലൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓണം കൊണ്ട് കഴിഞ്ഞ് ഇത് കുറച്ച് നേരമൊക്കെ പുറത്തിരിക്കും. ഗേറ്റിനടുത്ത് വെച്ച് പഴയ കാലത്തേക്ക് അട എടുത്തുള്ള ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ എല്ലാവരും പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുന്നു. ക്ഷേത്രത്തിൽ പോയി തൊഴുത ശേഷം വന്ന് നമ്മൾ കാപ്പി കുടിക്കുന്നു. ഈ അട എല്ലാവർക്കും ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നു. പഴം പുഴുങ്ങിയത് വയ്ക്കുന്നു. ഉച്ചയ്ക്ക് ഊണിന് വിഭവസമൃദ്ധമായ സദ്യയാണ്. പഴയ തറവാടുകളിൽ നമുക്ക് മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് വയ്ക്കും. ഓണത്തിന് ഇലയൊക്കെ വെച്ച് എല്ലാവർക്കും വിളമ്പും. ഗണപതിക്കും എല്ലാവർക്കും വിളമ്പിയ ശേഷമാണ് മറ്റുള്ളവർ കഴിക്കാറുള്ളൂ. അത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഓണം. ഓണം നമ്മൾ എങ്ങനെ ആഘോഷിച്ചു അതനുസരിച്ച് ആ വർഷത്തെ ഐശ്വര്യം മുഴുവൻ നമ്മളിലേക്ക് വരുന്ന പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമാണ് ഓണത്തിന്. ഓണത്തിൻ്റെ അന്നാണ് ഭഗവാന് ചാർത്താനായിട്ട് നമ്മൾ സെറ്റുമുണ്ട് കൊണ്ട് കൊടുത്ത് സമർപ്പിക്കും. അപ്പോൾ ഭഗവാൻ അത് ഉടുപ്പിച്ചത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണത്. അത്രത്തോളം പാൽപ്പായസം കഴിപ്പിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുക, നെയ്വിളക്ക്, പായസം, പൂമാല ഇതൊക്കെ സമർപ്പിക്കാം. മുല്ലപ്പൂ മേടിച്ച് എല്ലാവരും ചൂടുന്നു, സുമംഗലികളെല്ലാം ചൂടുന്നു. ഇങ്ങനെയുള്ള ഭയങ്കരമായ സന്തോഷമുള്ളൊരു ആഹ്ലാദമുള്ള ദിവസമാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണം നമുക്ക് എത്താറായി. സെപ്റ്റംബർ 4-നാണ് ഓണം വരുന്നത്. ഓണം കഴിഞ്ഞാലും പിറ്റേ ദിവസമുണ്ട് അവിട്ടം. ആവണിയവിട്ടാണ്. ആ വിട്ടത്തിനും പ്രാധാന്യം തന്നെയാണ്. ചതയം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ്. നമ്മളെല്ലാവരും ആഘോഷിക്കുന്നൊരു ദിവസമാണ്. ചതയം കഴിഞ്ഞാൽ പിന്നെ പൂരുരുട്ടാൽ ഉത്രട്ടാതി വള്ളംകളി. ഉത്രട്ടാതി വള്ളംകളിയോടുകൂടി നമ്മുടെ ഈ കൊല്ലത്തെ തിരുവോണം അവസാനിക്കുന്നു, ഓണാഘോഷം അവസാനിക്കുന്നു. പിന്നെ സമൃദ്ധിയും സന്തോഷത്തോടെയും ദിവസങ്ങളാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓണത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാ മക്കളും എല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കട്ടെ. സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും സൗഹൃദത്തോടെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കട്ടെ. ആഘോഷിക്കാൻ എല്ലാവർക്കും സന്തോഷം വരട്ടെ. ഈ 10 ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു വളരെ നന്നായിരിക്കും.
മത്സ്യമാംസങ്ങൾ കഴിക്കാതെ വളരെ നന്നായിരിക്കും. തിരുവോണത്തിനൊന്നും ഒരിക്കലും കഴിക്കരുത്, ഉത്രാടം തിരുവോണം. അത്രത്തോളം മഹത്വമുള്ളൊരു ഓണമാണ്. മഹാബലിയുടേതാണ്. വാമൻ എന്ന് പറഞ്ഞ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ വരവേൽക്കാനായി എല്ലാവരും തയ്യാറായിക്കോളൂ, സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.